പശ്ചിമ ബംഗാളിലെ നിയമവാഴ്ച തകർന്നുവെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന പ്രസ്താവനയുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി വന്നിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി വിന്യസിച്ച കേന്ദ്രസേന 60 ദിവസം കൂടി ബംഗാളിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും നേരിടുമെന്ന ഭീഷണിയുമായി മമത രംഗത്തെത്തിയിരിക്കുന്നത്. ഭയരഹിതമായി വോട്ട് ചെയ്യാൻ ജനങ്ങളെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന മമതയുടെ നടപടി ഫാസിസത്തിന് തുല്യമാണെന്നാണ് BJP ആരോപിക്കുന്നത്. മെയ് 4-ന് ശേഷം കേന്ദ്രസേന ബംഗാൾ വിടുമെന്നും പിന്നീട് ഇവിടെ ഉണ്ടാകുക തന്റെ പോലീസും ഉദ്യോഗസ്ഥരുമാണെന്നുമാണ് മമതയുടെ വാദം. ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല മമതയുടെ ധിക്കാരം. ഓരോ ഉദ്യോഗസ്ഥന്റെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും കേന്ദ്രസേന പോയി കഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്നുമാണ് മമത പരസ്യമായി പ്രഖ്യാപിച്ചത്. നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലും തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾക്ക് എറിഞ്ഞു കൊടുക്കുമെന്ന വ്യക്തമായ സൂചനയാണത്. TMCയെ സഹായിക്കാൻ ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾ എന്റെ ആൾക്കാരാണെന്ന് മറക്കരുത് എന്നാണ് മമത പറഞ്ഞത്. മമതയുടെ ഈ വാക്കുകൾ ഉദ്യോഗസ്ഥർക്കിടയിൽ ഭീതി പടർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് തീർത്തും വ്യക്തം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ മമത നടത്തുന്ന ഈ നീക്കത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നടത്തിവരുന്ന ബൂത്ത് പിടുത്തവും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തലും കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ നടക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് മമത ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് സംസാരിച്ചത്. സംസ്ഥാന പോലീസിനെ നിഷ്ക്രിയരാക്കി സ്വന്തം പാർട്ടി ഗുണ്ടകളെ പോലെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന മമതയ്ക്ക് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന കേന്ദ്രസേന വലിയ തടസ്സമാണ്. പോലീസുകാർ കേന്ദ്രസേനയുമായി സഹകരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ സംസാരം. ബംഗാളിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് സംരക്ഷണം നൽകുന്ന അമിത്ഷായുടെ തീരുമാനത്തെ ജനങ്ങൾ കൈയടിച്ചാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇത് തന്റെ രാഷ്ട്രീയ അന്ത്യമാണെന്ന് മനസ്സിലാക്കിയ മമത ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെ പോലും ലക്ഷ്യം വെക്കുന്നത് അങ്ങേയറ്റം നീചമായ രാഷ്ട്രീയമാണെന്ന് BJP സംസ്ഥാന നേതൃത്വം കുറ്റപ്പെടുത്തി. ഗുജറാത്തിൽ BJP നേടിയ ചരിത്ര വിജയവും രാജ്യമെമ്പാടും ആഞ്ഞടിക്കുന്ന മോദി തരംഗവും ബംഗാളിലും പ്രതിഫലിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ മമതാ ബാനർജി അരാജകത്വമുണ്ടാക്കി അധികാരം നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. കേന്ദ്രസേന തെരഞ്ഞെടുപ്പിന് ശേഷം 60 ദിവസം കൂടി തുടരുന്നത് തൃണമൂൽ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം തടയാനാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അക്രമങ്ങൾ തടയാനുള്ള അമിത്ഷായുടെ ഈ മാസ്റ്റർ പ്ലാൻ മമതയുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചു. ഞങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുമെന്ന മമതയുടെ വാഗ്ദാനം യഥാർത്ഥത്തിൽ ഒരു ഭീഷണിയാണെന്ന് ബംഗാളിലെ ജനങ്ങൾക്കറിയാം. TMCക്ക് വഴങ്ങാത്തവരുടെ കുടുംബങ്ങളെ വേട്ടയാടിയ ചരിത്രമാണ് മമതയുടേത്. എന്നാൽ ഇത്തവണ BJP ബംഗാളിലെ വോട്ടർമാരെയോ ഉദ്യോഗസ്ഥരെയോ തൃണമൂലിന്റെ ഗുണ്ടായിസത്തിന് വിട്ടുകൊടുക്കില്ല. അമിത്ഷായുടെ കർശന നിർദ്ദേശങ്ങൾ ബംഗാളിലെ ക്രിമിനൽ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കുമെന്ന് ഉറപ്പാണ്.